ഗണേശായ നമഃ. സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അസഹായ സഹായായ നമഃ. ഭക്തിശക്തിപ്രദായിനീ നമഃ. ഓം സംശയഹൃദയദൗർബല്യ പാപകർമ്മവാസനക്ഷയകരായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരം. ശ്രീഗുരുഭ്യോ നമഃ. അമൃതേശ്വരീ നമഃ. ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. ഉല്ലംഘ്യ സിന്ധോ സലീലം സലീലം യശോകവന്യം ജനകാത്മജായാം ആദായ തേനൈവ ദദാലങ്കാം നമാമി പ്രാഞ്ജലിരഞ്ജനേയം. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീരാമചന്ദ്രനെ വനത്തിലാക്കിയിട്ട് സുമന്ത്രർ തിരിച്ച് അയോധ്യയിലെത്തി. ദുഃഖിതനായി കിടക്കുന്ന ദശരഥൻ്റെ സന്നിധിയിലെത്തി. ദശരഥനെ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. എന്താണ് അവർ പറഞ്ഞത് എന്ന് തൊണ്ടയിടറിക്കൊണ്ട് ദശരഥൻ ചോദിച്ചു. സീത വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരമൊക്കെ കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അവർ അകന്നു പോയത് വനത്തിൽ വച്ച് എന്നുള്ളത് വിവരിക്കുന്നതിൻ്റെ അവസാന ഘട്ടമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. തതസ്തേ ശ്രുപരീദാക്ഷ നാവമാരുരുഹുസ്തദാ യാവത് ഗംഗാസമുത്തീര്യ ഗദാസ്ഥാവദഹം സ്ഥിതഃ. തതഃ അതിനുശേഷം അശ്രുപരീദാക്ഷാഃ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച കാണാൻ മേലാത്ത വിധത്തിൽ ഞാൻ ആ കരയിൽ നോക്കി നിന്നു. എവിടെയാണ്? നാവം ആരുരുഹോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വള്ളത്തിൽ കയറി. സീതയും ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും വള്ളത്തിൽ കയറി. യാവത് ഗംഗാ സമുത്തീര്യ അവർ ഗംഗയെ മറികടക്കുന്നത് വരെ ഗദാ അഹം സ്ഥിതഃ താവത് അഹം സ്ഥിതഃ അവർ അവിടെ കയറി പോകുന്നതുവരെ, അങ്ങേ കരയിലേക്ക് കയറുന്നതുവരെ ഞാൻ അവിടെ നോക്കി നിന്നു. ഇത് പറയുമ്പോൾ ചിന്മയാനന്ദ സ്വാമി സരസമായിട്ട് ഈ സന്ദർഭത്തെപ്പറ്റി ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. കഥ പോലെ അദ്ദേഹം പറഞ്ഞതാണ്. ഒരു വൃദ്ധൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുണ്ട്, രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരനടുത്തുണ്ട്. സ്വാമിജിയുടെ കാലത്തെ ഒരു ചെറുപ്പക്കാരൻ, 10-30 വർഷം മുമ്പോ 40 വർഷം മുമ്പ് എടുത്തോളൂ. ആ ചെറുപ്പക്കാരൻ ഈ വൃദ്ധനോട് ചോദിച്ചു, ഇപ്പോഴത്തെ കാലത്ത് ഈ രാമായണം ഒന്നും വായിക്കാൻ ഒരു തൊഴിലില്ലേ? ഇതൊക്കെ പഴഞ്ചൻ സാധനം, ഇത് വായിച്ചിട്ട് എന്താ കാര്യം? വൃദ്ധനൊന്നും വീട്ടില്ല. ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പുതിയതായിട്ട് കല്യാണം കഴിച്ച നവദമ്പതികളാണ്, ഭാര്യയുണ്ട്. ഇതിനൊക്കെ ട്രെയിൻ വന്നു, വലിയ തിരക്കാണ്. ബോംബെയിലാട്ടോ, വലിയ തിരക്കാണ്. ഇടിച്ച് എല്ലാവരും വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞ് വൃദ്ധനൊരു സീറ്റ് കിട്ടി. തൊട്ടടുത്ത് ചെറുപ്പക്കാരനും വന്ന് ഇരുന്നു. ഇതേ ചെറുപ്പക്കാരൻ തന്നെ. വണ്ടി പോയപ്പോൾ ചെറുപ്പക്കാരൻ ഉറക്കെ കരയാൻ തുടങ്ങി. കാരണം എന്താ? തിരക്കിനിടയിൽ അയാളുടെ ഭാര്യ കയറിയില്ല, അയാൾ മറന്നുപോയി.
വിട്ടുപോയി. അവൾ ഉറക്കെ കരഞ്ഞു. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, താനെന്തിനാ കരയണത്? ഭാര്യ കയറിയില്ല തിരക്കിലിടയ്ക്ക്. ഞാനിനി എന്തു ചെയ്യും? അവളെ എനിക്ക് മിസ് ചെയ്തല്ലോ. ഇതാണ് രാമായണം വായിക്കാത്തതിൻ്റെ കുഴപ്പമാണത്. രാമായണം വായിച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ അബദ്ധം പറ്റില്ലായിരുന്നു. സ്വാമിജി പറയുകയാണ് കഥയിൽ. അതെന്താ? രാമൻ തോണിയിൽ ആദ്യം സീതയെ കയറ്റിയിട്ടാണ് രണ്ടാമത് രാമൻ കയറിയത്. നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യം നമ്മൾ ആദ്യം ഉറപ്പാക്കണം, എന്നിട്ടേ അവനവൻ്റെ കാര്യം നോക്കാവുള്ളൂ. ഇത് രാമനിൽ നിന്ന് പഠിക്കണമെങ്കിൽ രാമായണം വായിക്കണം. തോണിയിൽ ആദ്യം സീതയെ കയറ്റി ലക്ഷ്മണൻ കയറിയതിന് ശേഷമാണ് ആര് കയറുന്നത്? രാമൻ കയറുന്നത്. സ്വന്തം കാര്യം. ഇനി താനിനി കിടന്ന് കരഞ്ഞു പോയിട്ട് എന്താ കാര്യം? അതും രാമായണം വായിക്കാത്തതുകൊണ്ടാണ്. സീതയെ മോഷ്ടിച്ചുകൊണ്ടുപോയി രാമൻ അതിനുള്ള അടുത്ത നടപടി സ്വീകരിക്കുക ചെയ്ത് നിലവിളിച്ച് ഇന്ന് കാലം കളയല്ലേ. കാണാത്തതിൻ്റെ ദുഃഖം ഉണ്ടായി, പക്ഷെ സീതയെ കണ്ടെത്താനുള്ള വഴി തേടുകയായിരുന്നു. അതുപോലെ താൻ ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് അടുത്ത സ്റ്റേഷനിൽ പറ, അല്ല ഇതാൻ പുറപ്പെട്ട സ്റ്റേഷനിലെ മാസ്റ്ററിനെ എങ്ങനെയെങ്കിലും അറിയിക്കുക. എന്താ, എൻ്റെ ഭാര്യ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിരിക്കും, അടുത്ത വണ്ടിയിൽ കയറ്റി വിടുമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഏർപ്പെടുകയും. അല്ലെങ്കിൽ താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക, അപ്പോൾ അനൗൺസ് ചെയ്തോളൂ, ഭാര്യ അവിടെ സമാധാനമായിട്ട് നിന്നോളൂ. അപ്പോൾ രാമായണം വായിച്ചാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാം എന്ന് പഠിക്കാം. കാരണം രാമൻ അങ്ങനെ ചെയ്തത് മുഴുവനും സരസമായിട്ട് സ്വാമിജി പറഞ്ഞങ്ങോട്ട് ഓർമ്മ വന്നത്. അപ്പോൾ ഗംഗ കടന്ന് ആ അക്കരെ കടന്ന് അവർ നടന്ന് അകലുന്നതുവരെ അഹം സ്ഥിതഃ, ഞാനവിടെ നിന്നു. തതോ ദുഃഖേന മഹതാം, 15ാമത്തെ ശ്ലോകം. പുനരേവാഹമാഗത തതോ രുദന്തി കൗസല്യ രാജാനം ഇതമബ്രവീത്. തതഹ ദുഃഖേന മഹത, തഥാ മഹത ദുഃഖേന. അപ്പോൾ ഇതങ്ങോട്ട് കേട്ട് ഹൃദയം നുടുങ്ങുമാറുള്ള വേദന കൊണ്ട് ആര്? അഹം പുനഃ ആഗത, കൊടിയ വേദനയും പേറി ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു എന്ന് സുമന്ത്രന പറഞ്ഞപ്പം തതോ തതഹ രുദന്തി കൗസല്യ. രുദന്തി കരഞ്ഞു, ഉറക്ക കരഞ്ഞുപോയി. ആരാ? പെറ്റതള്ള അടുത്തിരിപ്പില്ലേ കൗസല്യാദേവി. അത് കേട്ട് പൊട്ടിക്കരഞ്ഞുപോയി, ഉറക്ക കരഞ്ഞുപോയി. എന്നിട്ട് രാജാനം ഇതം അബ്രവീത്, രാജാവിനോട് ദശരഥനോട് ഇങ്ങനെ പറഞ്ഞു. ഇനി എന്താണ് കൗസല്യ പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ ഇപ്പോഴാണ് എവിടെ താമസാക്കിയത് അദ്ദേഹം? കൗസല്യ അടുത്ത്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? കൈകേഴി അടുത്ത്. ഇപ്പോൾ അതിൻ്റെ തനിനിറം കണ്ടുകഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് താമസമൊക്കെ മാറ്റി. ഇനി എന്താണ് കൗസല്യ പറഞ്ഞതെന്നുള്ളതാണ്. കൈകേയി പ്രിയഭാര്യായി പ്രസന്നോ ദത്തവാൻ വരം ത്വം രാജ്യം ദേഹിതസ്യൈവ മത്പുത്ര കിം വിവാസിതഃ. കൈകേയി പ്രിയഭാര്യായി, അങ്ങയുടെ പ്രിയപ്പെട്ടവളായ കൈകേയി, പ്രിയപ്പെട്ട ഭാര്യയായ കൈകേയി. ഒരു കുത്തലല്ലേ, വേറെ 3 ഭാര്യമാരുണ്ടല്ലോ, ഒരു ഭാര്യയാണ് പറഞ്ഞത്. അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ കൈകേയി. പ്രസന്നഃ ദത്തവാൻ വരം, അവളിൽ വളരെ സന്തുഷ്ടനായി അങ്ങ് വരം നൽകി. എനിക്ക് എൻ്റെ പരാതി ഒന്നുമില്ല എന്നർത്ഥം. ത്വം രാജം ദേഹിത തസ്യ ഏവാ, അങ്ങ് അവൾക്ക് എന്നുണ്ട് ഭരതന് കൈയുടെ വാക്കുച്ചെള്ള കൊടുത്ത് അങ്ങ് അവന് ആ രാജ്യം കൊടുത്തുള്ളൂ, എനിക്കതിൽ പരാതിയില്ല. മത്പുത്ര കിം വിവാസിത, അതിന് എൻ്റെ കുഞ്ഞിന് എന്തിനാ നാട് കടത്തിയത്? അമ്മ ചോദിക്കുകയാണ്, ഭരതനെ രാജ്യം കൊടുത്തതിൽ എനിക്ക് പരാതിയില്ല, അതിന് എൻ്റെ കുഞ്ഞിനെ എന്തിനായി നാട് കടത്തിയത് എന്ന് ചോദിക്കുകയാണ്. കൃത്വാ ത്വമേവ സർവം ഇദാനീം കിന്നുരോദിഷി കൗസല്യാവചനം ശ്രുത്വാ ക്ഷതേ സ്പൃഷ്ട ഇവാഗ്നിനാ. കൃത്വാ ത്വമേവ സർവം, കൃത്വാ ചെയ്തിട്ട്, ത്വത് ഏവ തത് സർവം ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട്, ദാനിം കിംനുരോദിഷി, ഇപ്പം കിടന്ന് കരഞ്ഞിട്ടെന്താ കാര്യം ചോദിക്കാറില്ലേ? ചെയ്യണമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തിരിച്ചടി കിട്ടുമ്പോൾ കിടന്ന് എന്താ നാട്ടുഭാഷ ചോദിക്കുക, എന്തിനാ മൂങ്ങിയിട്ടെന്താ കാര്യം എന്ന് ചോദിക്കില്ലേ? ഇതൊക്കെ ചെയ്തു കൂട്ടി ദുരിതങ്ങളെല്ലാം വലിച്ച് തലയിൽ കയറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ടെന്താ കാര്യം?
കൗസല്യാവചനം ശ്രുത്വ, കൗസല്യയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ക്ഷതേ സൃഷ്ട ഇവാഗ്നിന, പുണ്ണിൽ തീക്കൊള്ളി കുത്തുന്നത് പോലെ ആർക്ക് തോന്നി? ദശരഥന് തോന്നി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിളിപ്പാട്ട് പറഞ്ഞ് ഈ പുണ്ണി കൊള്ളി വയ്ക്കും പോലെ നീ എന്തിനിങ്ങനെ പറയുന്നു കൗസല്യ എന്ന് ചോദിക്കണത്. ഇവിടെ മൂലത്തിൽ കൊള്ളി വച്ചതുപോലെ തോന്നി. രണ്ടിനും അർത്ഥം വരുമ്പോൾ വ്യത്യാസം വരില്ല, മറ്റേ അദ്ദേഹം നേരിട്ട് പറയുകയാണ്. എന്തിനാണ് ഇങ്ങനെ പുണ്ണിൽ കൊള്ളി വച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി? പുണ്ണിൻ്റെ വേദന വേറെ ഉണ്ട്, അതിൻ്റെ കൂടെ തീക്കൊള്ളി കൊണ്ട് അതേ തന്നെ ഒരു കുത്തു കൊടുത്താലോ? അതാണല്ലോ ഇപ്പോൾ അദ്ദേഹം ചെയ്തത്. പുനഃശ്ലോകാശ്രുപൂർണാക്ഷ കൗസല്യാമിതമബ്രവീത് ദുഃഖേന മ്രിയമാണം മാം കിം പുനർദുഃഖയസ്യലം. പുനഃ, പിന്നീട് രാജാവ് ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ശോകാശ്രുപൂർണാക്ഷ, കണ്ണീരുകൊണ്ട് കണ്ണ് നിറഞ്ഞ് മിഴിനീർ നിറഞ്ഞ് ഒഴുകിക്കൊണ്ട് കൗസല്യാം പുനം ഇതഹ അബ്രവീത്, തൻ്റെ ദുഃഖത്തെ ഒരുമാതിരി ഒന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം കൗസല്യോട് ഇങ്ങനെ പറഞ്ഞു. ദുഃഖേന മ്രിയമാണം മാം, ഞാൻ വേദന കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം പുനഃ അലം ദുഃഖയസി, പിന്നെ നീ എന്തിനാണ് വീണ്ടും വീണ്ടും എന്നെ ദുഃഖിപ്പിക്കുന്നത്? തനിക്കിനി വലിയ സമയമില്ല എന്ന് ആർക്കറിയാം? ദശരഥനറിയാം. ആ ശാപത്തിൻ്റെ കഥയൊക്കെ പറയുന്നത് ഈ സന്ദർഭത്തിലാണ്. പിന്നെ ദുഃഖത്തിൻ്റെ ഒരു തീവ്രത അനുഭവിക്കുന്ന വ്യക്തിക്ക് തന്നെ മനസ്സിലാവും തൻ്റെ ഉള്ളു മുഴുവൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. അത്ര തീവ്രമായ ദുഃഖം വരുമ്പോൾ, ദുഃഖം കൊണ്ടാണ് ഒരുത്തൻ അവൻ്റെ മരണത്തിലേക്ക് നീങ്ങുന്നെങ്കിൽ ആ ദുഃഖം അവനെ അങ്ങോട്ട് നയിക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാവും. ദശരഥന് മനസ്സിലായി, പറഞ്ഞു, പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ആണല്ലോ. അതാണ് അദ്ദേഹം പറഞ്ഞു, ദുഃഖേന മ്രിയമാണം മാം, വേദന കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ എന്തിനാ ഇനി ഓരോന്ന് പറഞ്ഞ് നീ ദുഃഖിപ്പിക്കുന്നത്? ഇതാനീമേവ മേ പ്രാണ ഉത്ക്രമിഷ്യന്തി നിശ്ചയഃ ശപ്തോഹം ബാല്യഭാവേന കേനചിത് മുനിനാ പുരാ ഇതാനീമേവ മേ പ്രാണ, ഇതാനീം ഏവ, ഇപ്പോൾ തന്നെ, മേ പ്രാണാഹ ഉത്ക്രമിഷ്യന്തി, ഇപ്പം എൻ്റെ പ്രാണം പോവാൻ തുടങ്ങുകയാണ്. നിശ്ചയ, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശബ്ദോഹം ബാല്യഭാവേന, എൻ്റെ ബാലന്മാരുടെ സ്വഭാവം കൊണ്ട്, എൻ്റെ അറിവില്ലായ്മയുടെ ഫലമായിട്ട് എനിക്ക് കേനചിത് മുനിനാ പുരാ, പണ്ട് ഒരു മുനിയുടെ ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ബാലബുദ്ധി എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു മുനിശാപം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഫലിക്കാൻ പോവുകയാണ്. പുരാഹം യൗവനേ ദൃപ്തഃ ചാവബാണധരോ നിശി അജരം മൃഗയാസക്തോ നദ്യാസ്തീരേ മഹാവനേ. പുരാ, പണ്ട്, അഹം യൗവനേ ദൃപ്തഃ, ചെറുപ്പകാലത്ത് യൗവനം കൊണ്ട് മതമിളകി. യൗവനത്തിൻ്റെ സ്വഭാവമാണ് എന്താ? ലോകം മുഴുവൻ ആരുടെ കീഴിലായിരിക്കും? അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കീഴിലെന്ന് ആര് വിചാരിക്കും? യുവാവ് വിചാരിക്കും, അല്ലെങ്കിൽ യുവതി വിചാരിക്കും. കാരണം പ്രൗഢോഹം യൗവനസ്ഥോ, ശ്രീശങ്കരൻ പറയും, ആ യൗവനാവസ്ഥയിൽ ഞാൻ ഗംഭീരനാണ് ധരിച്ചുകൊണ്ട് ഈ 5 വിഷയ സർപ്പങ്ങൾ എൻ്റെ മർമ്മങ്ങളിൽ കൊത്തുമ്പോഴും ഞാനത് തിരിച്ച് മനസ്സിലാക്കുന്നില്ല. കണ്ണ് വേണ്ടാത്ത കാണുന്നു, കാത് വേണ്ടാത്ത കേൾക്കുന്നു, എനിക്ക് അർഹതയില്ലാത്തതിൽ ഞാൻ തൊട്ട് രസിക്കുന്നു, വേണ്ടാത്ത മൂക്കുമണക്കുന്നു, അരുതാത്ത ഞാൻ കഴിക്കുന്നു. അങ്ങനെ 5 എണ്ണത്തിലൂടെയും എന്നെ അപകടപ്പെടുത്തുന്നതിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ യൗവനത്തിൻ്റെ തിളപ്പിൽ ഞാൻ എന്നെ അപകടപ്പെടുത്തുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നമ്മൾ യൗവനത്തിൽ ഒത്തിരി സമ്പാദിച്ചു വെച്ചില്ലേ? കോളേജിലൊക്കെ പോയി ഇഷ്ടം പോലെ കിട്ടാനുണ്ടാവും ഇല്ലേ? നമ്മളൊക്കെ പഠിച്ച കാലഘട്ടം ഇപ്പോഴും മോശമൊന്നുമല്ല.
വേണ്ടാത്തൊക്കെ കിട്ടും, വേണ്ടതൊന്നും കിട്ടുമില്ല. അഥവാ നല്ലത് കയ്യിലുണ്ടെങ്കിൽ അവിടെ പോവുകയും ചെയ്യും. ആ അന്ന് കയറിയ വിഷലിപ്തമായ ആശയങ്ങളും ആഗ്രഹങ്ങളും ജന്മത്തിലേക്കല്ല, ജന്മജന്മാന്തരങ്ങളിലേക്ക് നമുക്ക് ശാപമായിട്ട് പിന്തുടരുന്നു. ഇതാണ് നന്നേ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മക്കളെ, ഈശ്വരൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല. ഈശ്വരൻ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം മാത്രം തരുന്നേയുള്ളൂ. തീയിൽ തൊട്ടിട്ടിൽ കൈ പൊള്ളുന്ന തീ നിന്നെ ശപിച്ചിട്ടല്ല, തീയുടെ സ്വഭാവം ചൂടാണ്, തൊട്ടപ്പ് പൊള്ളി, അത്രയേ ഉള്ളൂ. തൊടാതിരുന്നാൽ പൊള്ളില്ല. ആ തീ നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയ്ക്കും ഉപയോഗിക്കാം, അല്ലേ? ശബരിമലയിലെ ഭരണം കിട്ടുമ്പോൾ എന്ത് ചെയ്യാം? അത് ഭക്തന്മാർക്ക് അനുഗ്രഹപ്രദമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ചെമ്പുപാളിയും വരാം. എന്നിട്ടിപ്പോൾ എന്തായി? എടുത്തവന് സമാധാനമുണ്ടോ? കൂട്ടുന്നവന് സമാധാനം. ഇപ്പം ഇന്ന് ആ വാർത്ത വന്ന അന്ന് പോലും നമ്മളുറങ്ങുന്നുണ്ട്, ഇതിൻ്റെ അത് പെട്ടവനുറങ്ങുന്നുണ്ടോ? അതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് വേണ്ടത്? അയ്യപ്പൻ വെറുതെ നോക്കിയിരിക്കുകയാണല്ലോ നമുക്ക് തോന്നും. അയ്യപ്പൻ വെറുതെ നോക്കിയിരിക്കുള്ളൂ. എടുക്കുമ്പോഴേ അയ്യപ്പൻ പറയും, എൻ്റെ മക്കളെ വേണോടാ, വേണോ? നീ കുലം തോണ്ടാൻ പോവല്ലേ? പള്ളിക്കാവിൽ വെച്ച് ഒരിക്കൽ അവിടെ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഒരാൾ ഇതുപോലെ അധർമ്മമായിട്ട് കുറേ ധനം എടുത്തിട്ടുണ്ട്. ഇപ്പം അമ്മ നൊമ്പരത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മക്കളെ, ആ മോൻ പോക്കറ്റിൽ തീക്കനൽ ഇട്ടോണ്ടാണല്ലോ പോയേന്ന്. കാരണം അമ്മയ്ക്ക് എടുത്തോണ്ട് പോയതിനും മോനാണേ. അവൻ പോക്കറ്റിൽ തീക്കനലിട്ട് അങ്ങനെ ഇരിക്കും. ഇടുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ? തീക്കനലിട്ട് അങ്ങനെ ഇരിക്കും. അതുപോലെ, കാരണം അവിടെ വീഴുന്ന ഓരോ ധനത്തിൻ്റെ പുറകിലും എത്രയോ ജന്മങ്ങളുടെ ദുരിതം അത് പേറിയിട്ടുണ്ട്, അല്ലേ? നമ്മളൊരു വഴിപാടൊക്കെ കഴിക്കുമ്പം ഇത് മുഴുവൻ ആർക്കുണ്ടേ കൊടുക്കണേ? നമുക്കവിടെ തൊഴുത് കഴിയുമ്പോൾ ഒരു സമാധാനം, ഒരു സുഖം, ഒരു സന്തോഷം. ചിലർക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും, ഓരോ ഗുരുക്കന്മാരെ കാണുമ്പോഴായിരിക്കും ഒരു സുഖം കിട്ടും, അല്ലേ? ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ നമ്മുടെ ഉള്ളേണ്ട എന്താണ്ട് പോയിട്ട് നമുക്ക് ഈ സുഖം കിട്ടിയത് വേണ്ടേ? അപ്പോൾ ഇത് പോയത് എവിടെയാ? ആ മൂർത്തിയിലേക്കാണ് പോയത്. അല്ലെങ്കിൽ ആ മഹാഗുരുവിൻ്റെ സന്നിധിയിലാണെങ്കിൽ ആ മഹാഗുരു കാരുണ്യം കൊണ്ട് ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമസ്കരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും അത് ഏറ്റെടുത്തു, ഇവിടെ വച്ചോളൂ എന്ന് പറയും. അപ്പം നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെ കൂടെ എന്തുകൂടെ വയ്ക്കുന്നുണ്ട്? നമ്മുടെ ഗതികേടുകൂടെ വയ്ക്കുന്നുണ്ട്. അത് ഒരുത്തം വന്ന് എടുക്കുമ്പോൾ ഭഗവാൻ എന്ത് പറയും? അവൻ അപ്പുറം വേറെ ചോടും വെച്ചിട്ട് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറയും. ഇത് മാത്രമായിട്ട് എനിക്ക് വേണ്ട. ഭഗവാൻ പറഞ്ഞ നിയമം അതാണത്. അതാണ് എൻ്റെ നിയമം. ആണ് ബ്രഹ്മസ്വവും ദേവസ്വവും തുടരുന്നു പറഞ്ഞത്. തൊട്ടാൽ ഇതാണ് പ്രശ്നം. ഗുരുവായൂർ കേശവതിരുവിൽ പറയാറുണ്ട്, ശാന്തി മുട്ടുമ്പം മുട്ടുശാന്തിക്ക് പോവും, അതോടെ ഉള്ള ശാന്തി കൂടെ മുട്ടും. മുട്ടുശാന്തി എന്ന് കേട്ടിട്ടില്ലേ? ശാന്തി മുട്ടുമ്പോൾ ശാന്തി മുട്ടുന്ന വീട്ടിൽ സമാധാനവും ഇല്ല, പരിവും ഇല്ല, ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ പണ്ട് നമ്പൂരിമാരെന്ത് ചെയ്യും? മുട്ടുശാന്തിക്ക് പോവും. സ്ഥിരമുള്ള പരിപാടിയല്ല. മുട്ടുശാന്തിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഉള്ള ശാന്തി കൂടെ മുട്ടും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവിടെ ചെന്ന് ധാർമ്മികമായിട്ട് പെരുമാറിയില്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി അത് തിരികാൻ അവിടെ നിന്ന് കൊണ്ടുവരുമല്ലേ? അപ്പോൾ അതൊരു പോറ്റി അത് മുഴുവൻ ചോക്കണത്. അങ്ങനെയൊരു ദുരിതം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. കാരണം അവരുടെ കൂട്ടത്തിലുള്ളവരൊന്നും ഇങ്ങനെയുള്ള അധർമ്മവും ഇത്രയും ക്രിമിനൽ പരിപാടിയൊന്നും ചെയ്യാറില്ല. എന്ത് ചെയ്യാനാ? ഒരാളിപ്പോൾ അങ്ങനെ ജനിച്ചു പോയാൽ. അപ്പം ഈ നമ്മളുടെ കർമ്മം ഇത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ അരുതാത്ത കർമ്മം ചെയ്താൽ ആ നിമിഷം അതിൻ്റെ തിരിച്ചടി തുടങ്ങി. നാട്ടുകാർ കാണണമെന്നില്ല. കാരണം ഇതിൻ്റെ അകത്തിരിക്കുന്ന സർവേശ്വരന് തെറ്റും ശരിയും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ഉള്ളിലിടയ്ക്ക് വേണ്ടായിരുന്നു തോന്നും. അപ്പോൾ ഈ ചിന്ത നമ്മളെ ശ്വാസം മുട്ടിക്കുമ്പോൾ അത് മറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമല്ല കൂടുതൽ വേണ്ടതിന് ചെയ്യും, അല്ലെങ്കിൽ വലിയ മദ്യം കഴിക്കും. അതപ്പതനം തുടങ്ങുകയാണ് അവിടെ പോലെ പട്ടിയായിട്ട്. അതിനൊരൊറ്റ പരിഹാരമുള്ളൂ, എനിക്ക് അബദ്ധം പറ്റിപ്പോയേ എന്നാണ് അവിടെ ചെന്ന് പറയുക. എന്നിട്ട് നമ്മൾ അവിടെ കൊടുക്കുക. ആ ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചൊന്ന് തീർത്തേക്കുക, പ്രശ്നം തീരും. അതിൻ്റെ മുകളിൽ ഒന്നിന് മുകളിൽ ഒന്ന് കൊണ്ടേ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ചുമക്കുകയല്ല. അത് നിയമമാണ്, ഭഗവാൻ ശിക്ഷിക്കണയൊന്നും അല്ല അത്. അല്ല, ഇപ്പം അതിൻ്റെ ഒരു ഇത് നടക്കുകയാണല്ലോ.
അതുകൊണ്ട് പറയാണ്. അപ്പം ഇദ്ദേഹം ശരിയാണ്. എന്താണ് ഞാൻ ആ യൗവനത്തിൽ ദൃപ്തനായിട്ട് അഹങ്കാരിയായിട്ട് ചാവബാണധരോ നിശി, രാത്രിയിൽ അമ്പും വില്ലും എടുത്തുകൊണ്ട് അച്ചരം മൃഗയാസക്ക, വേട്ടയാടാനുള്ള ഇതിൽ ആസക്തനായിട്ട്. ആസക്തിയും ആവശ്യവും രണ്ടാണ്. നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പം വയറിന് പാകത്തിനും കഴിക്കാം, നാവിന് സുഖം തോന്നാൻ വേണ്ടി ഒരു 4 ഉരുളയോളം കൂടുതൽ കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മുതൽ എന്താ പ്രശ്നം? നമുക്ക് അസ്വസ്ഥത. തരുന്ന ആള് മുഖം ചുളിക്കാതിരിക്കുകയോ വെച്ചിട്ട് ഇത് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയും വേണ്ടായിരുന്നു ഇത്രയും, അല്ലേ? പാകത്തിനാണെങ്കിലോ, അതുകൊണ്ട് സത്യസായിയോട് വെച്ചു പാകത്തിന് എങ്ങനെയാ അറിയണേ? ഭഗവാൻ പറഞ്ഞു വിശക്കുന്ന വയറുമായി പോയിരിക്കണം, ഭാരമില്ലാത്ത വയറുമായി എഴുന്നേറ്റ് പോകണം. അതിപ്പോൾ എങ്ങനെയാ ഭഗവാനെ അറിയണേ? ഇനി ഒരു ഉരുളകൂടം കഴിക്കാൻ തോന്നി അപ്പം നിർത്തിക്കൊള്ളണം, അത് കറക്റ്റായിരിക്കും. നമ്മളെല്ലാം അങ്ങനെ മടിച്ചിട്ട് അത് എന്നാൽ ഇച്ചിരി ഇട്ടേക്കുമെന്ന് പറയില്ലേ, അത് കൂടുതലാണ്. ആർക്ക് കൂടുതൽ? നമ്മുടെ വയറിന് കൂടുതലാണെന്നർത്ഥം. ഏത് സുഖം നോക്കിക്കോളൂ, നമ്മൾ അതിൻ്റെ അളവിൽ കൂടുതൽ കഴിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്ന് വയറൊന്ന് ഒതുങ്ങി വരാൻ കുറഞ്ഞൊരു 3/4 മണിക്കൂർ എടുക്കണ്ടേ? അതുവരെ വേണ്ടായിരുന്നു എന്നല്ല തോന്നുക. എല്ലാം അങ്ങനെയാണ്, സകലതും. അതാണ്. അപ്പോൾ ആസക്തനായിട്ടാണ്, ആവശ്യത്തിനല്ല എന്നർത്ഥം. അങ്ങനെ സക്തനായിട്ട് നദ്യാസ്തീരേ മഹാവനെ, ആ കൊടുങ്കാട്ടിൽ നദീതീരത്ത് മുതുവാതിരയ്ക്ക് അമ്പും വില്ലെടുത്തുകൊണ്ട് യൗവനത്തിൻ്റെ അഹങ്കാരത്തിൽ അദ്ദേഹം തന്നെ പറയണയാ. ഇത് നമ്മൾ പറയും ജീവിതത്തിൽ കുറേ കഴിയുമ്പം നേ കണ്ണ് കാണാത്ത പ്രായമല്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു, അന്നേരം പറയില്ല. അന്നേരം എന്താ കുഴപ്പമൊന്നും ചോദിക്കണേ? കുറച്ചൊരു പക്വതയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ അഹങ്കാരം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടി, വേണ്ടിയിരുന്നില്ലായിരുന്നു. എന്ത് ചെയ്യാനല്ലേ? അതൊരു തിരിച്ചറിവ് ഭാഗ്യം കേട്ടോ. കാരണം എന്താ, ഇനി അങ്ങോട്ട് ചെയ്യാതിരിക്കുമല്ലോ. തത്രാർദ്ധരാത്ര സമയേ മുനിക്കശ്ചിത്രഷാർദിതഃ പിപാസാർദിതയോ പിത്രോർ ജലമാനേതുമുദ്യതഃ അപൂരയൻ ജലേ കുംഭം തഥാ ശബ്ദോ ഭവൻ മഹാൻ. ഉണ്ടോ വിധി ഇരിക്കണേ? തൃഷാർദ്ധിതഃ കശ്ചിത് മുനിഃ അർദ്ധരാത്ര സമയേ, ആ പാതിരാത്രിയിൽ ദാഹം കൊണ്ട് വലഞ്ഞ ഒരു മുനി, കശ്ചിത് തൃഷാർദ്ധിതഃ, ദാഹം കൊണ്ട് വലഞ്ഞ ഒരു മുനി, പിപാസിതാർദ്ധതയഃ, വലിഞ്ഞിട്ട് എന്ത് ചെയ്തു? പിത്രോഹോ ജലമാനേതും ഉദ്യതഃ. ആർക്കാ? അദ്ദേഹത്തിന് ദാഹമുണ്ട്, കർമ്മമാർക്കും ദാഹമുണ്ട്. അവരുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ജലം ആനേതും, വെള്ളം കൊണ്ടുവരാനായിട്ട് തത്ര ഉദ്യതഃ, ആ നദീതീരത്തേക്ക് വന്നു. ഉണ്ടോ? അപൂരയൻ ജലേ കുംഭം, കുടം നദിയിൽ വെച്ച് മുക്കി. ഇപ്പം ഇന്നത്തെ പിള്ളേരുടെ അർത്ഥം വെച്ചാൽ നദിയിലെ വെള്ളം ആൾക്കാർ കുടിക്കുമോ എന്ന് ചോദിക്കും. ഒരു കാലത്ത് നമ്മുടെ ഏത് തോട്ടിലെ വെള്ളം കുടിക്കായിരുന്നു, കുടിച്ചിട്ടുമുണ്ട്. ഇന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ കൈ ഒടിഞ്ഞു പോയാൽ കൈ മുറിച്ച് കളയും, ഒരു വയറ് മുറിച്ച് കളയുമെന്ന് അറിയാൻ മേല. എന്തോ ഒന്നാമത് നമ്മൾ ലോകത്തല്ലേ. എങ്ങനെ സംഭവിച്ചു? ജലം ഈശ്വരനാണെന്നുള്ള മഹത്തായ ഭാരതത്തിൻ്റെ ആ ദർശനം പഠിപ്പിച്ചില്ല അല്ലേ? നമ്മുടെ ഇപ്പോഴും മുതിർന്നവരൊക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അച്ഛനമ്മയും ബഹുമാനിക്കണയാണ്. ഒരു 3-4 വർഷം കൂടെ ഇങ്ങനെ വർണ്ണം പോയി എഴുന്നേറ്റ് നിൽക്കുന്ന എനിക്ക് തോന്നില്ല. ഇപ്പം തന്നെ വെച്ചാൽ അച്ഛൻ്റെ കാല് കീഴണമെന്നിനാടാ, അമ്മയുടെ കാല് കീഴണമെന്നിനാണെന്ന് കാലേ. നമ്മൾ അഭിമാനമായിട്ട് അച്ഛൻ്റെ ഭാഗത്ത് തൊട്ടുവിടണം, അമ്മയുടെ ഭാഗത്ത് തൊട്ടുവിടണം, ഗുരുവിൻ്റെ ഭാഗത്ത് തൊട്ടുവിടണം എന്നാ പറഞ്ഞത്. കുറേ കഴിയുമ്പോഴേക്കും എന്തിനാ അച്ഛൻ്റെ കാലെ പിടിക്കണേ? കാലെപ്പിടുത്തം എന്ന് പറഞ്ഞൊരു മോശം പ്രയോഗമല്ലേ? പടിപടിയായിട്ട് ഈ സംസ്കാരം കൊള്ളരുതാത്തതാണെന്ന് കുഞ്ഞു മനസ്സിൽ വിഷമിട്ടു കൊടുക്കുകയാണ്. അതാണ് ഈ ജലത്തിന് സംഭവിച്ചത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ധാരാളം ഇവിടെ നമ്മൾ ആവർത്തിച്ചുള്ളതാണ്. ഈ മലയുടെ ചെരുവിൽ കൂടെ ഉറവ വരില്ലേ,
അത് ഈ ഇലയൊക്കെ വെച്ച് പിടിച്ച് കുടിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിലോ പിന്നെ ഈ ഇലത്തുള്ളിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഇലയുടെ തുള്ളി ഇങ്ങനെ ഒരു തൂങ്ങി ജലത്തുള്ളി ഇങ്ങനെ കിടക്കും. അത് കണ്ണിലെഴുതി കണ്ണ് നരച്ചിട്ട് ഇന്നാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പിന്നെ ഒരു കണ്ണുണ്ടാവൂ. അന്നത്തെ ജലം H2O ആണ്, ഇന്നത്തെ ജലം H2O ആണ്. പക്ഷെ അന്നത്തെ അന്തരീക്ഷമല്ല, അന്നത്തെ മണ്ണല്ല ഇന്നത്തെ മണ്ണ്. അതുകൊണ്ട് ആ ജലത്തുള്ളിയിൽ മുഴുവൻ വിഷമാണുള്ളത്. എങ്ങനെ സംഭവിച്ചു? പണത്തിൻ്റെ ആർത്തി മൂലം അവനവനെ കൊന്നു തിന്നുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു. ഇതിനൊരു പരിഹാരം ഇത്രയേ ഉള്ളൂ: സത്യം തിരിച്ചറിയുക, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. പച്ചക്കറിയിൽ വിഷം അടിക്കാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, നമ്മുടെ വീട്ടിലെ ചട്ടിയിൽ അത്യാവശ്യം പച്ചക്കറി വളർത്തുക. ഇപ്പം അതിൻ്റെ ഫലമായിട്ടിപ്പം മാർക്കറ്റിൽ ചെന്ന 2 തരം പച്ചക്കറി കാണാം. ഓർഗാനിക് പച്ചക്കറി, ഇൻഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമുള്ള പച്ചക്കറി, വിഷമില്ലാത്ത പച്ചക്കറി, അങ്ങനെ എഴുതി വെക്കണ്ടല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? ഇത് വിഷമുള്ള പച്ചക്കറി, ഇത് വിഷമില്ലാത്ത. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ചു പിന്നെ അപകടമല്ലോ, ഓർഗാനിക്. ഇത് നാടൻ കരിക്ക്, അപ്പോൾ ഇത് കുടിച്ചാൽ അപകടമല്ല, ഇത് കുടിച്ചാൽ അതിൻ്റെ ആയുസ് പോകുമെന്നാണ് എഴുതി വെക്കേണ്ടത്. ഇഷ്ടമുള്ള മേടിച്ചോട്ടെ. അപ്പം നമുക്ക് തന്നെ വിൽക്കുന്നവന് തന്നെ അറിയാം, എന്തറിയാം, ഇത് ചീത്തയാണ്, നല്ലതല്ല. അതുകൊണ്ടാണല്ലോ ഓർഗാനിക്കും ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ കടയിലും ചെന്നാൽ കാണാം നമുക്ക് ഇത് ഓർഗാനിക് ആട്ടോ, നല്ലത്, ഇച്ചിരി വില കൂടും. ഇപ്പം നല്ലതിന് വിലയുണ്ടല്ലേ? പണ്ട് ഇതില്ലായിരുന്നു, എല്ലാം ഒന്നും തന്നെയായിരുന്നു. നാടൻ കായ പ്രത്യേകിച്ച് എഴുതി വയ്ക്കും, അതിന് വിലയും കൂടുതലല്ല, അത് വിരൽ പോലെ ഇരിക്കും, ഉണങ്ങി ചുരുണ്ടിരുന്നാലും അത് മതി. അപ്പോൾ അതിൻ്റെ അകത്ത് അതിലെന്തുണ്ട്? വിഷമില്ല എന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും കച്ചവടക്കാരന് വേറെ താല്പര്യമില്ല, സാധനം വിൽക്കണമെന്നേ ഉള്ളൂ. അവൻ നല്ലത് ഉൽപ്പാദിപ്പിക്കും. അവന് ഓർഗാനിക് ഇൻഓർഗാനിക് ഒന്നും എഴുതി വയ്ക്കേണ്ടത്, എല്ലായിടത്തും നല്ലതേ കിട്ടുള്ളൂ. അപ്പോൾ ഈ സമൂഹം അധപ്പതിച്ചതിന് നമ്മൾക്കും പങ്കുണ്ട്. നമ്മുടെ ധർമ്മബോധമില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അധർമ്മികളെ നമ്മളെ ഭരിക്കാൻ കണ്ടെത്തി. ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറയും, ജനാധിപത്യം അപകടകരമാണ്. എന്തുകൊണ്ട്? ജനങ്ങളാണ് തൻ്റെ അധികാരിയെ തിരഞ്ഞെടുക്കണേ. വിവരമില്ലാത്ത ജനം എന്തു ചെയ്യും? തങ്ങൾക്ക് പറ്റാത്ത ഞങ്ങളുടെ മുഖത്ത് കയറ്റിക്കും. നീ എന്നെ ഭരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് എന്നെ തല്ലണ ഒരുത്തനെ എൻ്റെ പെടലിൽ കയറ്റി, അവൻ ഡെയിലി എന്നെ തല്ലുമല്ലേ ഉള്ളൂ. ഞാനല്ലേ കയറ്റി വെച്ച് ഇറക്കിവിടാൻ പറ്റുമോ? അപ്പം എന്നെ ഭരിക്കേണ്ടവനെ തിരഞ്ഞെടുക്കാനുള്ള അറിവും ധർമ്മബോധവും എനിക്കില്ല എങ്കിൽ ജനാധിപത്യം അപകടകരമാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത് ആരാണ്? ജനങ്ങളാണ് ധർമ്മത്തെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്. നമ്മൾ ഇതിലൊക്കെ കടന്നു പോകുള്ളൂ. രാമൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ഇല്ലെങ്കിൽ മഹാത്മാക്കളായിട്ടുള്ള ഈ ഭാരതത്തിലെ എല്ലാ ആളുകളും ഏതെങ്കിലും കാര്യത്തിന് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ധർമ്മത്തിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ. രാജ്യം വേണ്ടാന്ന് വെച്ചത് ധർമ്മത്തിൻ്റെ പേരിൽ, സീത വേണ്ടാന്ന് വെച്ചത് ധർമ്മത്തിൻ്റെ പേരിൽ, പിന്നെ രാജ്യം വേണമെന്ന് വെച്ചത് ധർമ്മത്തിൻ്റെ പേരിൽ, അല്ലേ? എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പോയത് ധർമ്മത്തിൻ്റെ പേരിൽ, യുദ്ധം ചെയ്യേണ്ടി വന്നത് ധർമ്മത്തിൻ്റെ പേരിൽ. ദ്രോണരും ഭീഷ്മരും യുദ്ധം ചെയ്തത് ധർമ്മത്തിന് വേണ്ടിയിട്ടല്ല, അധർമ്മിയായ ഒരുവിന് വേണ്ടിയിട്ട്, അറിവില്ലാത്തവരല്ല. നമ്മുടെയും അറിവുള്ളവരാണ് അറിവില്ലാത്തവർക്ക് വ്യക്തമായി അധർമ്മം എങ്ങനെ ചെയ്താൽ പിടിക്കില്ല എന്ന് കാണിച്ചു തരും. 2018 സ്വർണ്ണപ്പം 2025 പിടിക്കും, അല്ലേ? 18-19 പോയത്. അപ്പോൾ ഇത്രയും കാലത്ത് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റിയതാരാ? ഇവരെക്കാരുമല്ലോ. ഇവർക്കൊക്കെ ബുദ്ധി ഉപദേശിച്ച മഹാപണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ധർമ്മത്തിനും അധർമ്മത്തിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്. കാലികം, ഏതാനും വർഷങ്ങൾ കൊണ്ടൊന്നും ഒരു കണക്കും തീരുന്നില്ല. ഈ അറിവ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു കുഞ്ഞുങ്ങളും മുതിരുമ്പോൾ അരുതാത്ത് ചെയ്യില്ല. അവൻ്റെ ഉള്ളിലൊരു മെക്കാനിസം ഉണ്ടാവും, അത് അരുത് എന്ന് പറയും. നമ്മളൊക്കെ ടീനേജുകളൊക്കെ കടന്നു പോരുമ്പോൾ വല്ലാത്ത കൊള്ളരുതായിക കാണിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താ? വീട്ടിൽ നിന്ന് കേട്ട ഏതൊക്കെയോ ധർമ്മപാഠങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അരുത് അരുതെന്ന് വിലക്കിയിട്ടാ, അല്ലേ?
നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടൊന്നുമല്ല. വിവേകാനന്ദനെ പോലെയോ ഇനി സ്വാമി രാമതീർത്ഥനെ പോലെയോ അത് ശരിയല്ല ഞാൻ ചെയ്യില്ല അതുകൊണ്ടല്ല. അച്ഛൻ വഴക്കുറിയും അല്ലെങ്കിൽ അമ്മ വഴക്കുറിയും അല്ലെ അച്ഛനെ വിഷമാവും അല്ലെങ്കിൽ അമ്മ വിഷമാവും അല്ലെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഏതൊക്കെയോ ഭയത്തിൽ കലർന്ന ഒരു ചിന്ത നമ്മളെ അരുതാത്തതിലേക്ക് പോകാതിരിക്കാൻ തടഞ്ഞു ആ പ്രായത്തിൽ. പിന്നെ വിവേകമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതങ്ങനെ ചെയ്തു കൂടാന്നറിയാം. അപ്പം ഈ ധർമ്മത്തിൻ്റെ പാഠങ്ങളുടെ ശക്തി എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ പഠിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതേ നിലനിൽക്കുള്ളൂ. അപ്പം വെള്ളം കൊണ്ട് ഗജപിബതി പാനീയം ഇതി മത്വാ മഹാനിശി ബാണം ധനുഷി സന്ധായ ശബ്ദവേദിനമക്ഷിപം ഗജപിബന്തി പാനീയം ഇതി മത്വാ മഹാനിശി. മഹാദിശി ആ വലിയ മഹാരാത്രി എന്ന് പറഞ്ഞാൽ പാതിരാത്രിയിൽ ഗജഹ പാനീയം പിബതി ഇതി മത്വ ആന വെള്ളം കുടിക്കാൻ തോന്നി എന്ന് വെച്ചാൽ അർത്ഥം കുളത്തിലേക്ക് കുടകുടകുടന്ന് ഇറങ്ങിയില്ലേ, ഇതിങ്ങനെ വലിച്ചുടിപ്പോൾ കുളകുളാന്ന് കേൾക്കുകയെ. ഈ ശബ്ദം കേട്ടപ്പം ആന കുടിക്കുകയാണെന്ന് വിചാരിച്ച ബാണം ധനുഷി സന്ധായ ബാണത്തിൽ എന്ത് പിടിപ്പിച്ചു, അല്ല ഈ വില്ലിൽ ബാണം പിടിപ്പിച്ചു. ശബ്ദം കേട്ട ദിക്കിലേക്ക് ശബ്ദവേദി അക്ഷിപഹ ശബ്ദത്തെ വേദിക്കുക, ശബ്ദത്തെ മുറിക്കുക. ശബ്ദത്തെ മുറിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ശബ്ദം ഉണ്ടാക്കിയവനെ മുറിക്കലാണ് ശബ്ദത്തെ മുറിക്കൽ അല്ലേ. ഇപ്പോൾ ഈ ഞാനിവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കണം മുറിക്കണമെങ്കിൽ എന്നെ വീഴ്ത്തി അവർ ശബ്ദം നിലയ്ക്കും, അതുകൊണ്ട് എൻ്റെ ശബ്ദത്തെ മുറിക്കാൻ പറ്റുമോ? അപ്പോൾ ശബ്ദവേദി എന്ന ആയോധന കല മഹാഭാരതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നർത്ഥം. ശബ്ദം എവിടെ നിന്ന് വരുന്നുവോ അത് ലക്ഷ്യമാക്കി ശത്രുവിനെ വീഴ്ത്താനുള്ള മഹത്തായ യുദ്ധകല ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ആധുനിക കാലത്ത് ഗോറിയുടെ സ്ഥലത്ത് പൃഥ്വിരാജ് ചൗഹാനാണോ ഗോറിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോവുകയും ചതിവിലൂടെ പിടിച്ചുകൊണ്ട് അവിടെ ബന്ധിച്ച് തൻ്റെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി മന്ത്രി ഒരു സന്യാസിയുടെ വേഷം കെട്ടി ഈ ദർബാർ ഹാളിൽ ചെല്ലുകയും അങ്ങനെ ചെന്നാൽ ഇങ്ങനെ എന്തൊക്കെയോ സംസാരം ഉണ്ടായപ്പോഴത്തേക്കും ഗോറിയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്ത് എൻ്റെ രാജാവിനെ പോലെ അസ്ത്രവിദ്യയിൽ ഇത്രയും മിടുക്കനായിട്ട് ആരും ഇല്ല എന്ന് പറയുകയാണ്. കണ്ണ് കെട്ടിക്കൊണ്ടുപോലും ലക്ഷ്യത്തിൽ അദ്ദേഹത്തിന് അമ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ്. ആധുനിക ഭാരതത്തിൽ നടന്ന സംഭവമായിരുന്നു പറയുന്നത്. അത് കേട്ടപ്പം ഇദ്ദേഹത്തിനവിടെ അഭിമാനത്തെ കൊണ്ടു. കാരണം ഇയാളുടെ തടങ്കലിട്ടേക്കാണ്, കണ്ണും ചൂടുന്നിടത്തേക്കാണ്. ഇത് ഇയാൾക്ക് രഹസ്യ സന്ദേശമായിട്ട് കിട്ടി. വേറെ ഇയാളെ ബന്ധിച്ചു കൊണ്ടുവന്നു. ശബ്ദവേദി ശബ്ദത്തിന് ലക്ഷ്യമാക്കി അടിക്കാൻ പറ്റും വെച്ചു. അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ നിർത്തി മുകളിൽ ഇതിലാണ് ബാൽക്കണിയിലാണ് ഇയാൾ നിൽക്കുന്നത്. അവിടെ ഒരു അമ്പും ബില്ലും കൊടുത്ത് അമ്പും ബില്ലും ലക്ഷ്യമാക്കി വെച്ചു. ആ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പറഞ്ഞു. ഒരു ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹം ബില്ല് കൊലച്ചില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റില്ലോ, കണ്ണ് ചൂടുന്നിരുത്തേക്കല്ലേ ഇവർ. അപ്പോൾ ഈ വേഷം കെട്ടി വന്ന മന്ത്രി പറഞ്ഞു, അപ്പോൾ ഈ ശബ്ദം കൊണ്ട് ഇദ്ദേഹം വന്നതെന്ന് മനസ്സിലായി, തന്നെ രക്ഷിക്കാൻ വന്നതെന്ന് മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ മഹാരാജാവ് നിങ്ങളുടെ മന്ത്രി പറഞ്ഞാലൊന്നും അനുസരിക്കില്ല, മഹാരാജാവിനോട് മഹാരാജാവ് വേണം ഉത്തരം കൊടുക്കാൻ, അതുകൊണ്ട് അങ്ങ് കൽപ്പിക്കുക അമ്പ് വിടാൻ. ഇദ്ദേഹം വിട്ട് കാണിക്കുന്നു പറഞ്ഞു. ഈ മണ്ടനോടം തന്നെ അമ്പ് വിടാൻ പറഞ്ഞു. അപ്പോൾ ശബ്ദം ഇവിടുന്ന് വന്നില്ലേ, ഇയാളോട് തന്നെ ശരി നാം കൽപ്പിച്ചിരിക്കുന്നു വിട്ടോട് തോന്നു. ഈ സാധനം അങ്ങനെ വന്നു, അവൻ്റെ തല തട്ടി. അയാൾ അപ്പം തന്നെ വധിച്ചു. കൃത്യമായിട്ട് അയാളുടെ കഴുത്തിൽ അമ്പ് കൊണ്ടു. അതേ നിമിഷം തന്നെ ഈ മന്ത്രി 2 കഠാരൂരി തൻ്റെ മഹാരാജ കൊടുത്തു, എന്നെ കുത്തിക്കോളൂന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് പോലൊന്നുമില്ല, ഇവൻ്റെ കൈ കൊണ്ട് ചാവണ്ട. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു വീഴുകയാണ്. ആധുനിക കാലത്ത് ഇവിടെ ചെയ്ത ഒരു ആയോധന വിദ്യയായി പറയണത്. എത്ര അഭിമാനമുള്ളവരും ധീരതയുള്ളവരും ശക്തരുമായിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് ആലോചിക്കുക. ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ധാർമ്മികമായ വീര്യമാണ് ഉണ്ടാകുക. ശത്രുവിനെയല്ല നമ്മൾ വധിക്കുന്നത്,
അധർമ്മിയായ ശത്രുവിനെയാണ്. രണ്ടും രണ്ടാണ്. ഇപ്പം എനിക്ക് വിരോധമുള്ളവനൊക്കെ എനിക്ക് എതിരാളിയല്ല. അവൻ അധർമ്മിയാണെങ്കിൽ, ആ അധർമ്മത്തിൽ നിന്നും അവനെ മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ, അവൻ്റെ അധർമ്മം രാഷ്ട്രത്തിന് അപകടകരമാണ് എങ്കിൽ അവൻ ജീവിച്ചിരിക്കേണ്ടതില്ല. ആണ് മഹാഭാരതത്തിൽ വിദുരര് ആരോട്, നമ്മുടെ ധൃതരാഷ്ട്രോട് പറഞ്ഞില്ലേ, ഒരു കുടുംബം രക്ഷിക്കാൻ ഒരുത്തനെ തട്ടിയാലും കുഴപ്പമില്ല, അവനുണ്ടെങ്കിൽ അവൻ ആ കുടുംബം നശിപ്പിക്കുമെങ്കിൽ അവനെ വധിക്കുകയോ അവനെ ഇറക്കി വിടുകയോ ചെയ്യുക. ഒരു ഗ്രാമം രക്ഷിക്കാൻ ഒരു വീട് കത്തിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, ആ വീട് ആ ഗ്രാമത്തിന് ശാപമാണ്. എന്തിനായിരിക്കണേ? ഒരു നഗരം രക്ഷിക്കാൻ ഒരു ഗ്രാമം നശിപ്പിച്ചാലും കുഴപ്പമില്ല, രാജ്യം രക്ഷിക്കാൻ ഒരു ഗ്രാമം വേണമെങ്കിലും ചുട്ടരിക്കാം. അതുകൊണ്ട് ഈ വംശപരമ്പരയെ രക്ഷിക്കാൻ അങ്ങ് ഈ ദുര്യോധനെ പിടിച്ച് അകത്തിടുക, അല്ലെങ്കിൽ വധിച്ച് കളയുക. അങ്ങനെയാണ് ഈ യുദ്ധം ഒഴിവാകുന്നത്. അപ്പം അങ്ങനെ എൻ്റെ പൊന്നുമോനെ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് അത് പറ്റില്ല എന്നു. എന്നാൽ മൊത്തം പൊക്കോളാൻ പറഞ്ഞു. 40 ലക്ഷം പേരാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ദുര്യോധനൻ്റെയൊക്കെ കൂടെ കൂടിയുകൊണ്ട് വധിക്കപ്പെട്ടത്. ആ ഒരുത്തിനെ അന്ന് കളഞ്ഞാൽ മതിയായിരുന്നു. അന്ന് അവിടെ വെച്ച കച്ചവടം പാട്ടുപെട്ടി മടക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ആ ശബ്ദത്തെ ലക്ഷ്യമാക്കി അമ്പ് വിട്ടു. ഹാ ഹതോസ്മീതി തത്രാഭൂത് ശബ്ദോ മാനുഷസൂചക കസ്യാപി ന കൃതോ ദോഷോ മയാ കേന ഹതോ വിധേ. ഹാ ഹതഹ അസ്മി, അയ്യോ എന്നെ കൊല്ലുന്നേ എന്നൊരു ശബ്ദം കേട്ടു. ഇത് മഹാരാജാവ് പ്രതീക്ഷിച്ചില്ല. വിധേ കേന ഹതഹ കസ്യാപി ദോഷക, അല്ലയോ ഈശ്വര, എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ ആരോടൊരു ഉപദ്രവം ചെയ്തില്ലല്ലോ. ഇരുട്ടാണ്. തൻ്റെ മാറിൽ അമ്പ് ഏറ്റപ്പോൾ ആ അമ്പ് പിടിച്ചുകൊണ്ട് ഈ ശബ്ദം ആ ഭാഗത്ത് ഇങ്ങനൊരു നിലവിളി വീരുകയാണ്. മയാന കൃതഃ, ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ലല്ലോ. ഇതി തത്ര മാനുഷസൂചക, ഇങ്ങനൊരു മനുഷ്യൻ്റെ ശബ്ദം തത്ര അഭൂത്, ആ വെള്ളം കുടിക്കുന്ന പോലെയുള്ള സ്ഥലത്തു നിന്നും ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സായി ആനയല്ല. കൗസല്യോട് പറയുകയാണ്, പ്രതീക്ഷതേ മാതാച പിതാജ ജലകാംക്ഷയാ തശ്രുത്വാ വയസന്ത്രസ്തഃ തദോഹം പൗരുഷം വജഹ. ഓടിച്ചതോടെ അവിടെ തന്നെ മാതാ പ്രതീക്ഷതേ മാതാച്ഛ പിത, എൻ്റെ അമ്മയും അച്ഛനും ജലകാംക്ഷയാ പ്രതീക്ഷതേ, തൊണ്ട ഉണങ്ങി വെള്ളത്തിന് വേണ്ടി എന്നെ പറഞ്ഞു വിട്ടാണ് അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തത് ശ്രുത്വ, അത് കേട്ടിട്ട് ഭയസന്ത്രസ്ത, പേടിച്ച് വിറച്ചിട്ട് തതഹ അഹം പൗരുഷം വചഹ, ഞാൻ ഭയന്ന് വിറച്ച് ആ ശബ്ദത്തോട്, ആ ശബ്ദം പ്രയോഗിച്ച ആ കുമാരനോട് പറഞ്ഞു. അമ്പ് ചങ്കി തറച്ചപ്പോഴും കുഞ്ഞ് ഓർത്തത് ആരുടെ കാര്യമാണ്? എൻ്റെ അച്ഛനും അമ്മയും ദാഹിച്ചിരിക്കുകയാട്ടോ എന്ന് പറയണമെങ്കിൽ അന്നത്തെ കാലത്ത് സംസ്കാരമുള്ളൊരു വ്യക്തിയുടെ മനോനിയന്ത്രണം എത്രമാത്രമായിരുന്നു. സാധാരണ ഇവിടെ കുത്തിക്കയറുമ്പോൾ ഞാൻ ചത്തുപോകാൻ പോകുന്നതിലേ പറയുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും ദാഹിച്ച് വരഞ്ഞ് അവിടെ ഇരിക്കുക. നീ കുട്ടി അതാ പറയാൻ പോണത്. മരണത്തിൻ്റെ മുകളിലാണ് നമുക്കാര്? ഗുരുജനങ്ങൾ, അച്ഛൻ, അമ്മ, അതിഥി, കാരണവന്മാർ, ഈശ്വരൻ, എല്ലാം അതിൻ്റെ മുകളിലാണ്. ഇത്യുക്ത, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശനൈർഗത്വാദ തത്പാർശ്യം സ്വാമിൻ ദശരഥോസ്മ്യഹം അജാനതാമയാ വിദ്യ താതും അർഹസി മാമുനേ. കുറേ കേൾക്കാമോ പുറയിൽ കേൾക്കാമോ? ശനൈഹി തത്പാർശ്യം ഗത്വ, ഞാൻ മെല്ലെ ആ ശബ്ദം ഉണ്ടാക്കി ആ കുട്ടിയുടെ അടുത്തെത്തി. സ്വാമി അഹം ദശരഥ അസ്മി, ഞാൻ ദശരഥനാണ്. അജാനയാമയാ വിദ്ധ, അറിയാതെയാണ് ഞാൻ അങ്ങയിൽ അമ്പെയ്തത്. മുനേ മാം ത്വാതും അർഹസി, എന്നെ രക്ഷിക്കണേ. എനിക്ക് അപരാധം തെറ്റുപറ്റിയതാണ്, അറിഞ്ഞുകൊണ്ടല്ല എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഈ മുനികുമാരനോട് പറഞ്ഞു. ഇത്യുക്ത പാദയോസ്തസ്യ
പതിതോ ഗദ്ഗദാക്ഷരഃ തഥാ മമാഹ സമുനിർ മാ ഭൈഷീർ നൃപസത്തമാ. ഗദ്ഗദാക്ഷരം ഇതി ഉക്കുക. ഇങ്ങനെ ഇടറുന്ന തൊണ്ടയോടെ ഞാൻ പറയുമ്പോൾ പതിതഃ ഗദ്ഗദാക്ഷരഃ തസ്യ പാദയോഃ പതിതഃ, ആ ബാലൻ്റെ പാദത്തിൽ വീണ് ഇടറുന്ന തൊണ്ടയോടുകൂടി ഞാനിത് പറഞ്ഞപ്പോൾ തഥാ മാം ആഹാ, അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മാം ആഹാ, എന്നോട് പറഞ്ഞു, മുനിഹി, ആ മുനിമാരൻ പറഞ്ഞു, മാ ഭൈഷീഹി നൃപസത്തമാ, അല്ലയോ മഹാനായ രാജാവേ, മഹാരാജാവേ എന്ന് വിളിച്ച്, മഹാരാജാവേ മാ ഭൈഷീഹി, അങ്ങ് പേടിക്കല്ലേ എന്ന് പറയുകയാണ്. ഇതാണ് മുനിയുടെ അവസ്ഥ. ഇവരെയാണ് നമ്മൾ ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത്. അല്ലാതെ ഇവിടെ ഈ ബുജി എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ പറയണ പോലെയുള്ള വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥയല്ല ഉണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞ് ആണിനെ പെണ്ണാക്കുക, അല്ലെങ്കിൽ ആടിനെ നായാക്കുന്ന പരിപാടിയില്ലേ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. നമ്മളും അതിൻ്റെ കൂടെ കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. നിങ്ങൾ മണ്ടത്തരമാണ് പറയുന്നത് എന്ന് പറയാനുള്ളൊരു അറിവ് നമ്മൾ നേടണം. എൻ്റെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛനും അമ്മയിലെ എൻ്റെ ഭാരതം, അതിൻ്റെ മഹിമ തിരിച്ചറിയേണ്ടത് ഞാനാണ്. ആ തിരിച്ചറിഞ്ഞ് ഞാൻ വേണം മറ്റുള്ളവരോട് സത്യസന്ധമായി അത് പകർന്നു കൊടുക്കാൻ. നോക്കൂ, അമ്പേറ്റ് മാതാപിതാക്കൾക്ക് ഇനി ആരുമില്ലാതിരിക്കുന്ന ഒരു കുട്ടി പറയാണ്, മഹാരാജാവേ അങ്ങ് വിഷമിക്കല്ലേ, അങ്ങ് ബുദ്ധിമുട്ടല്ലേ. ഇവിടെ നേരെ തിരിച്ചല്ലേ പറയണ്ടേ. ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യണേ, ഇവിടെ ആരാ ഒരു സിനിമാക്കാരുണ്ടല്ലോ, 41 പേരെ കൊന്നൊരാൾ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ നേതാവിൻ്റെ ലക്ഷണമാണ്. അണി വീണു എന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെ കാണാനില്ല, പിന്നെ അങ്ങനെ വീട്ടിൽ ചേട്ടാ പൊങ്ങിയത്, പറന്നാ പോയേ. അപ്പോൾ കോടതി ചോദിച്ചു, നേതാവ് ഇതാണോ ചെയ്യണ്ടേ, പെടുന്നവനെ രക്ഷിക്കാനല്ലേ പോകേണ്ടത്. അപ്പോൾ ആരായിരുന്നു ക്ഷത്രിയൻ, ആരായിരുന്നു ബ്രാഹ്മണൻ, ആരായിരുന്നു വൈശ്യൻ എന്ന് തിരിച്ചറിഞ്ഞ അറിവില്ല. ഇതിനെ മുഴുവൻ വക്രീകരിച്ചു, തലതിരിഞ്ഞ് അർത്ഥം പഠിപ്പിച്ചു. മാ ഭൈഷീ നൃപസ, അങ്ങ് ഭയക്കല്ലേ. ഈ ശാന്തത മരണസമയത്തും ഉള്ളവനാണ് ബ്രാഹ്മണൻ. ആ കുലത്തിൽ ജനിച്ചവന് അത് സ്വായത്തമാക്കാൻ എളുപ്പമുണ്ടെന്നേ ഉള്ളൂ. പണ്ട് ജനിച്ചുകൊണ്ട് അവൻ ബ്രാഹ്മണനാകണമെന്നില്ല. ഒരു ഡോക്ടറുടെ കുട്ടിക്ക് ഡോക്ടറാവാൻ എളുപ്പമുണ്ട്. കാരണം എന്താ, അവൻ ചെറുപ്പം മുതലേ അച്ഛൻ്റെ ആ പുസ്തകങ്ങൾ കാണുന്നുണ്ട്, അച്ഛൻ്റെ രീതി കാണുന്നുണ്ട്. ആവണമെന്നില്ല. അങ്ങനെ കഴിവില്ലാത്തവനെ പിന്നെ കാശും കൊടുത്ത് ഡോക്ടറാക്കിയിട്ട് ഈ മിനിങ്ങ നടന്ന പോലെ 9 വയസ്സായ കുഞ്ഞിൻ്റെ കൈ മുറിച്ച പോലെ മുറിച്ച് വിടും. പിന്നെ നല്ല കൈ മുറിക്കാഞ്ഞ് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ആ മാറിപ്പോയി ഇപ്പുറത്തെ കൈ മുറിച്ചെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നടക്കുന്നില്ല ഈ നാട്ടിൽ. അതുകൊണ്ട് ഡോക്ടർ തന്നെയല്ലേ ചെയ്യുന്നത്. പക്ഷേ അതാത് കുലത്തിൽ ജനിച്ച വ്യക്തിക്ക് ആ വിഷയത്തിൽ അറിവ് കിട്ടാനുള്ള ഒരു പാട്ട് പാടുന്ന വീട്ടിൽ ജനിച്ച കുട്ടിക്ക് സ്വാഭാവികമാണ് പാട്ടിനോട് ഒരു ഇഷ്ടം ഉണ്ടാവുകയും പഠിക്കാൻ എളുപ്പമുണ്ട്, അത്രയേ ഉള്ളൂ. അത് കിട്ടണമെന്നൊന്നുമില്ല, എന്നാൽ സാധ്യത കൂടുതലുണ്ട്. ഇത്യുക്ത അപ്പം ബ്രഹ്മഹത്യാസ്പൃശന്യത്വാം വൈശ്യോഹം തപസി സ്ഥിത പിതരുമാം പ്രതീക്ഷേതേ ക്ഷുത്രിഭ്യാം പരിപീഡിതൗ ത്വാം ബ്രഹ്മഹത്യ ന സ്പൃശേത്. അങ്ങയ്ക്ക് ബ്രഹ്മഹത്യാ പാപം ഇല്ല. ഞാൻ ബ്രാഹ്മണനല്ല. വൈശ്യോകം തപസി സ്ഥിത, ഞാൻ തപസ് ചെയ്യുന്ന ഒരു വൈശ്യനാണ്. അപ്പോൾ ആർക്കും തപസ് ചെയ്യാം, യോഗ്യത ജന്മമല്ല എന്നർത്ഥമായില്ലേ. ജാത്യാൽ ഞാൻ വൈശ്യനാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നതാണ് തപസ്സാണ്. കാരണം അതിനുള്ളൊരു പാകത എനിക്കുണ്ട്.
പിതരൂപാം പ്രതീക്ഷേതേ, അച്ഛനും അമ്മയും എന്നെ നോക്കിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷുതൃഭ്യാം പരിപീഡിതവും, അവർ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് എന്നെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തയോസ്ത്വം ഉദകം ദേഹി ശീഘ്രമേവാ വിചാരയൻ നചേത്വാം ഭസ്മസാത് കുര്യാത് പിതാമേ യതി ഗുപ്യതീ. തയോഹോത്വം ഉദകം ദേഹി, അങ്ങ് അതുകൊണ്ട് വേഗം തന്നെ ചെന്ന് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കൂ. അഭിചാരയൻ, ഇനി എൻ്റെ കാര്യം ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കല്ലേ. മരിക്കാൻ പോകുന്നവനാ പറഞ്ഞതെന്ന് ആലോചിച്ചോളണം. ഇയാൾ വേണം ശരിക്കും ശപിക്കാൻ അല്ലേ? എനിക്ക് ആ ഒരാവശ്യമില്ല, നീ രക്ഷപ്പെടാണ്ട് പോട്ടെ എന്ന് പറയേണ്ടത് ഈ കുമാരനാണ്. പക്ഷെ ഇയാൾ പറയണത് എന്താണ്? അങ്ങ് വിഷമിക്കല്ലേ, അങ്ങ് മറ്റുള്ള ചിന്തിച്ചിരിക്കല്ലേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊണ്ടുപോയി കൊടുക്കൂ. ന ചേത്വാം ഭസ്മാത് കുര്യാത് പിതാമേ യതി കുപ്യസി, എൻ്റെ അച്ഛന് ദേഷ്യം വന്നാൽ അങ്ങയെ ശപിച്ച് ഭസ്മമാക്കും. പെട്ടെന്ന് ചെല്ലൂ. അപ്പം മോന് ആരുടെ സ്വഭാവം അറിയാം? അച്ഛൻ്റെ സ്വഭാവം അറിയാം. അച്ഛൻ ഇച്ചിരി പിന്നെ അത് തന്നെയല്ലേ നടക്കണതും. ഇദ്ദേഹം ശപിക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ ശാപം ഇദ്ദേഹത്തിന് വരേണ്ടതാണ്. കാരണം പുത്ര ദുഃഖത്തോടെ മരിക്കണം എന്നുള്ളൊരു ആ ശാപം ഇവിടെ വരുന്നുണ്ടല്ലോ. ഇദ്ദേഹം അങ്ങനെയാണല്ലോ രാമൻ പോകാനൊരു കാരണം ഉണ്ടാവണ്ടേ. ഇതെല്ലാത്തിനും കാര്യകാരണങ്ങളുണ്ട്. അതാ നമ്മുടെ ജീവിതത്തിലൊരു ദുഃഖം വന്നിട്ടുണ്ട് എങ്കിൽ അതിന് അതിൻ്റേതായ കാരണം ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയും അവനൊരാൾ കാരണമാണ്. അവൻ ഒരാളെങ്ങനെ കാരണമായി എന്തുകൊണ്ടാണ്? അതിൻ്റെ പുറമെ ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഒരു കാരണമുണ്ട്. കർമ്മ കാരണങ്ങൾ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞത്, വരുന്നതിനെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും മറികടക്കാൻ നീ ശ്രമിക്കുക. എന്നിട്ടും പറ്റിയില്ല എങ്കിൽ എന്തു ചെയ്യുക? ശാന്തമായി ഇത് ഈശ്വരൻ്റെ നിശ്ചയമെന്ന് വെച്ച് അനുഭവിക്കുക. ഈ മഴ ഇപ്പോൾ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? ഞാൻ തൊണ്ട പൊട്ടിച്ച ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ? മഴ നിർത്താൻ പറ്റുമോ? നമുക്കിപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റും. കസേര ഇടുക, ഇവിടെ ഇരിക്കുക, മൈക്ക് വയ്ക്കുക, മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുക, പറയുക, അത്രേ പറ്റുള്ളൂ. എന്നാൽ ഇത് രാമായണം പറയുമ്പോഴാണല്ലോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മഴ പെയ്യണതിന് ഭഗവാന്റെ ദൃഷ്ടിയിൽ കൃത്യമായ എന്തുണ്ട്? അതിൻ്റെതായ കാരണമുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട് ഇടിവെട്ടില്ലായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു എന്ന്, അല്ലേ? ഇടിവെട്ടില്ലായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. പേടിക്കണ്ടല്ലോ. ഇടിവെട്ടുമ്പോഴാണ് അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള രാസക്രിയകൾ നടക്കുന്നത്. ഈ നൈട്രിക് ആസിഡ് അങ്ങനെ ഏതാണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതില്ല എങ്കിൽ ഭൂമിയിൽ ഈ ജീവജാലങ്ങൾ ഇങ്ങനെ നിൽക്കില്ല. കൊടുങ്കാറ്റടിക്കുമ്പോൾ ഇതൊരു മയത്തിലടിപ്പിച്ചാൽ പോരെ. ഈ ഭഗവാൻ ഒരു നിശ്ചയമില്ലല്ലോ. ഈ വൻ വൃക്ഷങ്ങളുടെ വേരൊന്ന് ഇളക്കണം. നമ്മൾ പിടിച്ചാൽ കുലുങ്ങുമോ? നമ്മൾ മാസത്തിലോ 3 മാസം കൂടുമ്പോൾ ഗാർഡനറെ വിളിച്ചിട്ട് അവൻ്റെ 3 കൊമ്പുള്ള ഇതുകൊണ്ട് ഇങ്ങനെ കുത്തിയിടും. വേരിളക്കുക എന്ന് പറയും. വേര് പറക്കുകയല്ല, വേരിളക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വളമിടാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ പഴയ പോലെ കായകൽപ്പ ചികിത്സ നടത്തുന്ന ചെടിക്കല്ലേ. ചട്ടിയിൽ ഇങ്ങനെ മുരടിച്ച് പോവില്ലോ. നമ്മൾ ഈ വെള്ളം മാത്രമല്ല ഇങ്ങനെ ശാപ്പാട് കൊടുക്കുള്ളൂ. അപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ഇയാൾ ഇങ്ങനെ കളച്ചിട്ട് അതിനകത്ത് വളവും ചാണകമൊക്കെ ഇട്ടുമ്പോൾ അവൻ വീണ്ടും ആരോഗ്യം വരും. ഈ വൃക്ഷങ്ങൾക്കത് ആവശ്യമാണ്. അപ്പോൾ കാറ്റ് പിടിച്ച് ഒലയ്ക്കും, അവൻ്റെ വേരൊക്കെ ഒന്ന് ഇളകും. അപ്പോൾ അതിലേക്ക് വെള്ളവും അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ നിൽക്കുമോ ഈ മരങ്ങളൊക്കെ? അത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ശരിയാണോ? അപ്പോൾ പ്രപഞ്ചത്തിലെ സകലതും താളത്തിലാണ്. അത് വേണ്ടതാണ്. വേണ്ടാത്തതൊന്നും നടക്കുന്നുമില്ല. വേണ്ടാത്തത് നടത്താൻ ശക്തി ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഒരൊറ്റ ജന്തുവിനേ ഉള്ളൂ. ആർക്കാ? നമുക്ക്, മനുഷ്യർക്ക്. വേറെ ആർക്കും ആ പരിപാടി കൊടുത്തിട്ടില്ല. ഏത് പരിപാടി കൊടുത്തിട്ടില്ല? ഈശ്വരൻ്റെ മാത്രമുള്ള ഒരു ശക്തി.
മേധ, ബുദ്ധി, ആ ശക്തി ഈശ്വരൻ നമുക്ക് കുറച്ചതുണ്ട്. എൻ്റെ സ്വന്തം കുഞ്ഞല്ലേ കൊണ്ടോക്കൊടാന്ന് പറഞ്ഞ് പോക്കറ്റിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞത് എന്തിനാ തന്നത്? നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർക്കാനാ, അല്ലെങ്കിൽ നീ ആരാന്ന് കണ്ടുപിടിക്കാനാ ഈ ബുദ്ധി തന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ? അതൊഴിച്ച് ബാക്കി മുഴുവൻ കണ്ടുപിടിക്കും. എൻ്റെ ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഞാൻ എന്തിനിവിടെ ജനിച്ചു എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൻ്റെ പേരാണ് ഞാൻ ആര്. ഇല്ലെങ്കിൽ എന്നെ ആരിവിടെ കൊണ്ടുവന്നു, എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു, ഞാൻ മരിച്ചിട്ടങ്ങടാ പോണേ എന്ന് വേറൊരു ദിശയിൽ അന്വേഷിക്കണതിൻ്റെ പേരാണ് ഈശ്വരാന്വേഷണം. രണ്ടും ഒന്ന് തന്നെ. ഇതിനെ ഈ ബുദ്ധി തന്നിട്ടുള്ളത്. കാരണം ഒരു നായയും ആനയും കടുവയും പാമ്പും ഞാൻ ആരാന്ന് ചോദിച്ചിട്ടില്ല. ഉണ്ടോ? നമുക്ക് മാത്രമാണ് ആ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരാ? ചെറുപ്പത്തിൽ നമ്മൾ ചോദിക്കാം, അമ്മേ ഞാൻ എങ്ങനെയാണ് ജനിച്ചേ? എപ്പോഴെങ്കിലും ഒരു കുട്ടി എപ്പോഴെങ്കിലും ചോദിക്കും. അപ്പോൾ അമ്മ എന്തു പറയും? മക്കളെ ഈശ്വരൻ തന്നതാ. അമ്മ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ വയറ്റിൽ ജനിക്കണേ, നമ്മുടെ വയറ്റിൽ ഇതുണ്ടാവണ്ടേ? എല്ലാ അമ്മമാർക്കും കുഞ്ഞുണ്ടാവണ്ടോ? അപ്പോൾ ഇത് ആരോ ഇതിൻ്റെ പുറയിൽ നമുക്കറിയാത്ത എന്തോ ഉണ്ട്, ശക്തിയെന്നോ എന്ത് വേണേലും പിടിച്ചോ, സംതിങ്. അതിൻ്റെ ഉത്തരം ഞാൻ ആര് എന്ന് അന്വേഷിച്ചാലും കിട്ടും, ഈ സൃഷ്ടിയുടെ രഹസ്യം അന്വേഷിച്ചാലും കിട്ടും. രണ്ട് വഴി. അപ്പോൾ ആ അറിവ് കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ അറിവ് തന്നത്. പക്ഷെ നമ്മൾ ആ അറിവ് മുഴുവനും ഉപയോഗിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ആര് എന്നറിയണതിന് പകരം ഇതെല്ലാം എനിക്ക് എന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളിവിടെ നാട്ടിലുള്ള സാധാരണക്കാരനും അതാണ് പ്രശ്നം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെയും പ്രശ്നം അതാണ്. എനിക്ക് എന്നെ നോബൽ സമ്മാനം തന്നാൽ കുഴപ്പമെന്ന് അങ്ങേര് ചോദിക്കണത്. അല്ല, ഇപ്പം അങ്ങേര ഇപ്പോഴത്തെ മനപ്രയാസം മുഴുവൻ എനിക്ക് 10-90 വയസ്സായി, ചാവണേന് മുമ്പ് നിങ്ങൾക്ക് തരാൻ. നമ്മുടെ നാട്ടിലെ ആളും പറയും എനിക്കിച്ചിരി ശമ്പളം കൂട്ടി തരാൻ മേലെ. അതിനല്ലേ അവരും ചോദിക്കണേ. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. എനിക്ക് വേണം എന്നതിലാണ് എല്ലാവരുടെയും പ്രശ്നം ഉദിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണെന്ന് ആര് ചിന്തിക്കുന്നോ ആ നിമിഷം മുതൽ അവൻ ശാന്തിയാണ്. അവൻ്റെ പുറകിലാണ് ലക്ഷങ്ങൾ ചെല്ലുക. പള്ളിക്കാവിലെ അമ്മ ഇത് നമ്മുടെ അടുത്തുണ്ടല്ലോ, പോയിട്ടുള്ളവർക്കറിയാം. ചെറുപ്പത്തിൽ എന്നും വാദ്യാന്മാരെ ഒരടി മേടിക്കുമായിരുന്നു. അടിയോ വഴക്കോറിലോ എന്നും ഉണ്ടാവും. അപ്പോൾ ഈ അധ്യാപകർക്ക് ഞാൻ എന്ന സുധാമണിക്കിട്ടൊന്ന് കൊടുത്തു. ഇനി ഞാൻ സുധാമണി വർത്താനം ഒരു ടീച്ചേഴ്സ് റൂമിൽ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഒരു അധ്യാപകർ പറഞ്ഞു, ഇതെന്ത് ഈ കുട്ടിക്ക് എന്നും, അതാണ് സാധു കുട്ടിയാണല്ലോ, ഇതെന്നും ഇങ്ങനെ കുസൃതി കാണിക്കണേ. അപ്പോൾ ഈ അധ്യാപകന്മാർ അപ്പോൾ ക്ലാസ്സിൽ ആരാ ബഹളം ഉണ്ടാക്കിയെന്ന് ഈ കുട്ടി എഴുന്നേറ്റേക്കും, ഞാനാന്ന് പറയും, തന്നേക്കാൻ പറയും എനിക്ക് കിട്ടാനുള്ളത്. അപ്പോൾ കൂട്ടുകാരോട് ചോദിച്ചു. അപ്പോൾ ഒരു ഞങ്ങളാ ബഹളമൊക്കെ ഉണ്ടാക്കണേ, പക്ഷേ ടീച്ചർമാരും ഒന്ന് പറയുമ്പോൾ തന്നെ കുട്ടി എഴുന്നേറ്റ് ഞാനാ ഉണ്ടാക്കണേന്ന് പറയും. അപ്പോൾ ടീച്ചർമാർ ഈ കുട്ടിയെ വിളിച്ചു, ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ചു. മോളെന്തിനാ ഇങ്ങനെ വല്ലവരും ചെയ്യണ കുറ്റമൊക്കെ ഏക്കണത്? നിനക്കല്ലേ അടി കിട്ടണേ, വേദന എടുക്കില്ലേ? അതേ, എനിക്ക് വല്ലവർക്കും വേണ്ടി വേദന എനിക്കൊരു രസമുണ്ട്. ആ രസത്തിൻ്റെ പേരാണ് മാഹാത്മ്യം. അന്യൻ്റെ ദുഃഖം കാണുമ്പം ഇവിടെ ഒരു പെടച്ചിൽ, അത് മകൻ്റെ ആണെങ്കിലും മകളുടെ ആണെങ്കിലും ഒരു ചെടിയുടെ ആണെങ്കിലും വാടി നിൽക്കുമ്പോഴേ ഈശ്വര അത് വാടി നിൽക്കണ കണ്ടില്ലേ, ഒരു നൊമ്പരം. ആരെ കണ്ടാലും അയ്യോ പാവം. ഇതാണ് മഹത്തിൻ്റെ ലക്ഷണം. ആ കൊച്ചു സുധാമണിയുടെ ആ ദുഃഖമാണ് വളർന്നപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് 4ാം ക്ലാസ്സും കുസ്തിയും പഠിച്ച അമ്മയുടെ പുറകെ ലോകം ചെല്ലുന്നത്. ആണോ? നമ്മുടെ മുഖ്യമന്ത്രി വരുമ്പോൾ ആളെ പിടിച്ചുകൊണ്ടിരുത്തും, അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ അതിനും പോടും. അല്ല, നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ ആൾക്കാരെ കാണാൻ ചെല്ലും, അമ്മയെ ആൾക്കാർ കാണാൻ ചെല്ലും. ഈ 3 സ്ഥലത്തുള്ള ആൾക്കാരുടെ മനോഭാവം എന്താ? മറ്റൊന്ന് നോക്കിയാൽ മതി, ഒന്ന് കണ്ടാൽ മതി, നിറഞ്ഞു പോരുക. 10,000ങ്ങളല്ലേ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ 27-ാം തീയതി. എന്താ അവിടെ പോയിരിക്കുക, എന്നെ
ചാപ്പാട് കിട്ടാത്തതുകൊണ്ട് അവിടെ പോയി ആ തിക്കും തിരക്കും കിട്ടി ഇച്ചിരി ചോറ് സാമ്പാറും മേടിച്ച് ഇവിടെ നമ്മൾ പ്രസാദം കഴിക്കാൻ പോകുന്നു. വീട്ടിലില്ലാത്തതുകൊണ്ടാ. ഇവിടെ ഇരുന്ന് ഭഗവാന്റെ പ്രസാദം എന്ന് വെച്ച് കഴിക്കുമ്പം ഇല്ലേ ഒരു നിറവുണ്ട്. ഇതേ ഭക്ഷണം വീട്ടിൽ കഴിയുമ്പോൾ വയറേ നിറയണുള്ളൂ, മനസ്സ് നിറയുന്നില്ല. ഒരിടത്തുനിന്നുണ്ട് ഈശ്വര കൃപ. അത് വല്ലവരുടെയും ഔദാര്യത്തിന് തന്നെയാണോ നമ്മളിവിടെ? അല്ല, മഹാത്മ്യത്തിൻ്റെ ലക്ഷണം അതാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖം കണ്ടെത്തുക. ഈ അമ്മ ചെറുപ്പത്തിൽ ഈ തയ്യൽ പഠിക്കാൻ വേണ്ടി, നമുക്ക് തീരാറായി, ഈ തയ്യൽ പഠിക്കാൻ പോകുമ്പം ഒരു പള്ളിയുടെ ഒരു പ്രാർത്ഥന പഞ്ചായത്തിൽ അവിടെ അടുത്തൊരു തയ്യൽ ക്ലാസ് ഉണ്ട്. അവിടെ തയ്യൽ ക്ലാസ്സിൽ പോകും. അങ്ങനെ തയ്യൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ തോന്നും. ഇത് ആധ്യാത്മികയുടെ ഒരു ലക്ഷണമാണ്. എന്താ? മറ്റുള്ള വിഷയത്തോടും സംസാരിക്കാൻ താല്പര്യമില്ല, ശാന്തമായിട്ടിരുന്ന് ഭഗവാനെ ഓർത്തിരിക്കുക. അതിൽ രസം വരും. കുറച്ച് നാമം ജപിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തിനാ കണു കൂണുന്നൊക്കെ പറയണേ, മിണ്ടാണ്ടിരിക്കാം. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഈശ്വര കാര്യം പറയാം, വേറെ ഒരൊന്നും പറയാം. അപ്പം അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യും? ശബ്ദമില്ലാത്ത സ്ഥലം തപ്പി ചെന്നപ്പോൾ പള്ളിയിൽ ശബ്ദമില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് ചവക്കോട്ടയാണ്. അല്ലെ ബാക്കി എല്ലായിടത്തും പ്രശ്നമുണ്ടല്ലോ. അവിടെ പോയി ഇങ്ങനെ ശാന്തമായിട്ടിരിക്കും. അവിടെ അങ്ങ് കുഞ്ഞു പ്രായത്തിലാണേ, അവിടെ ശാന്തമായിരിക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴുള്ള അശാന്തി മുഴുവൻ ഉണ്ടാവണം അല്ലേ. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി കരച്ചിൽ കേൾക്കുക ചെറുപ്രായത്തിൽ. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പം കണ്ണടച്ചപ്പോൾ കാര്യം മനസ്സിലായി. അവിടെ സംസാരം കേൾക്കുക. അവരും നമ്മോട് സംസാരിക്കേണ്ടത്. അവർ പറഞ്ഞതാണ്, കുഞ്ഞേ നീ ഇവിടെ ഇരിക്കൂ, ഞങ്ങൾക്കൊരു സുഖമുണ്ട്, ഞങ്ങൾക്കൊരു ശാന്തിയുണ്ട്, ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ആ ജീവാത്മാക്കൾ. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ആ പ്രായത്തിൽ, ശരീരം ഉള്ളപ്പം അതുകൊണ്ട് വേണ്ടത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾക്ക് ഈ ദുഃഖം വന്നത്. അന്ന് അതുകൊണ്ട് വേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ ഈ ദുരിതമുണ്ടാകുമായിരുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഏതാന്നൊക്കെ സ്വാഭാവികമായിട്ട് സംശയം വരും. നമ്മളുടെ ഭാവം എന്താണോ അതിനനുസരിച്ചാണ് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെ ആവുക. ഉണ്ടെങ്കിൽ വേണമെന്ന് വയ്ക്കാനും വേണ്ടാന്ന് വയ്ക്കാനും ഉള്ളത് എങ്ങനെയാണെന്ന് വയ്ക്കാനും ആർക്ക് പറ്റും? നമ്മുടെ ഇന്നത്തെ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കും. സത്കർമ്മം ചെയ്താൽ അതിനനുസരിച്ച്, അരുതാത്ത കർമ്മങ്ങൾ ചെയ്താൽ അതിനനുസരിച്ച്, ഈശ്വര ധ്യാനപ്രകാരമാണെങ്കിൽ എന്നേക്കുമായിട്ട് ആ മഹാപ്രഭുവിൻ്റെ സന്നിധിയിലേക്ക്. അതൊക്കെ ഇതെല്ലാം നമ്മുടെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം അങ്ങ് ഈ വെള്ളം കൊണ്ട് ചൊല്ലൂ എന്ന് പറയാണ്. അങ്ങനെ 12:30 അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ 29ാമത്തെ ശ്ലോകം മുതലാണ് 7ാം സർഗം. നമുക്ക് പ്രസാദം കഴിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എന്നെ